السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد. عن معاذ بن جبل رضي الله عنه أن رسول الله صلى الله عليه وسلم افتقده يوم الجمعة، فلما صلى رسول الله صلى الله عليه وسلم أتى معاذا മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികളിൽ പ്രമുഖനായ ഒരാളാണ്. നബി തങ്ങൾക്ക് വളരെ താല്പര്യമുള്ള സ്നേഹമുള്ള സ്വഹാബിയാണ്. മഹാനവർകളെ നബി തങ്ങൾ ഒരു വെള്ളിയാഴ്ച ദിവസം, ഞാൻ ഇന്നലെ ജുമഅക്ക് പറഞ്ഞിരുന്നു, ഇഫ്തഖദഹു, നബി തങ്ങൾ അദ്ദേഹത്തെ ഇല്ലാതെയാക്കി, യൗമൽ ജുമഅത്തി, ഒരു വെള്ളിയാഴ്ച ദിവസം. വെള്ളിയാഴ്ച മുആദ് ബിൻ ജബൽ തങ്ങളെ കാണുന്നില്ല. ഫലമ്മാ സ്വല്ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജുമുഅ നിസ്കാരമൊക്കെ നിർവഹിച്ചു കഴിഞ്ഞപ്പോ അതാ മുആദൻ, മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ചെന്നു. അപ്പൊ അദ്ദേഹം വീട്ടിലുണ്ട്. ഫഖാല ലഹു, എന്നിട്ട് മുആദ് എന്നവരോട് ചോദിച്ചു, യാ മുആദ്, ഓ മുആദ്, മാലി ലം അറക, എന്താണ് നിങ്ങളെ ഞാൻ ജുമഅക്ക് കണ്ടില്ലല്ലോ. ഖാല, അപ്പൊ അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ദൂതരെ, ലിയഹൂദിയിന അലയ്യ ഊഖയ്യത്തുൻ മിൻ തിബിരി, ഞാനൊരു ജൂതനായ മനുഷ്യന് കുറച്ച് പൊന്ന്, സ്വർണം കൊടുക്കാനുണ്ട്, കുറച്ച് തൂക്കം സ്വർണം കൊടുക്കാനുണ്ട്. ഫഖറജ്തു ഇലൈക, അങ്ങനെ ഞാൻ തങ്ങളിലേക്ക് പുറപ്പെട്ടു. ഫഹബസനി അൻക, അയാൾ എന്നെ പിടിച്ചു വെച്ചു, തടഞ്ഞു വെച്ചു. അപ്പൊ അതുകൊണ്ടാണ് പള്ളിയിലെത്തിപ്പെടാൻ കഴിയാതിരുന്നത്. കുറച്ച് കടണ്ട്, ഒരു ജൂതന് കുറച്ച് പൊന്ന് കൊടുക്കാണ്ട്, സ്വർണം കൊടുക്കാണ്ട്. അപ്പൊ പള്ളിയിലേക്ക് ഇറങ്ങിയ വഴിക്ക് അയാൾ തടഞ്ഞു വെച്ചു, തങ്ങളെ തൊട്ട് തടയണം അയാള്. അപ്പൊ അതുകൊണ്ടാണ് വരാതിരുന്നത്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി, ഫഖാല ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. അപ്പോ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് നബി തങ്ങൾ പറഞ്ഞു, ചോദിച്ചു, യാ മുആദ്, ഓ മുആദ്, അലാ ഉഅല്ലിമുക, താങ്കൾക്ക് ഞാൻ പഠിപ്പിച്ചു തരട്ടെയോ, ദുആഅൻ, ഒരു ദുആഇനെ, തദ്ഉ ബിഹി, അതുകൊണ്ട് നിങ്ങൾ ദുആ ചെയ്യും. എത്രത്തിൽ ഫലൗ കാന അലൈക മിനദ്ദൈനി മിസ്ലു ജബലി സ്വബിർ അദ്ദാഹു അല്ലാഹു അൻക, എത്ര വരെ നിങ്ങൾക്കുമേൽ യമനിലെ വലിയ പർവ്വതമായ സ്വബിർ പർവ്വതത്തിന് തുല്യമായ കടമുണ്ടെന്നിരിക്കട്ടെ, ആ കടം അല്ലാഹു സുബ്ഹാനഹു വ തആല വീട്ടിത്തരും. അങ്ങനെയുള്ള ഒരു ദുആ നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരട്ടെ. നിങ്ങൾ ആ ദുആ നടത്തുവോ? ആ ദുആ നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള എത്ര വലിയ കടവും വീടിപ്പോവും. അതിന് തങ്ങൾ ഹായത്ത് പറഞ്ഞത്, യമനിലെ വലിയ പർവ്വതമായ സുബിർ പർവ്വതത്തിന് തുല്യമായ കടമുണ്ടെന്നിരിക്കട്ടെ, എന്നാലും വീടിപ്പോവും. സുബിർ ജബലുൻ ബിൽ യമനി, സുബിർ എന്ന് പറഞ്ഞ യമനിൽ ഒരു പർവ്വത. ഫദ്ഉ ബിഹി യാ മുആദ്, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആ ദുആ നടത്തുക. എന്താണ് ആ ദുആ? ആലു ഇമ്രാനിലെ ആയത്ത് കൂട്ടിയുള്ള ദുആയാണത്. അല്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുഅതിൽ മുൽക മൻ തശാഉ വതൻസിഉൽ മുൽക മിമ്മൻ തശാഉ വതുഇസ്സു മൻ തശാഉ വതുദില്ലു മൻ തശാഉ ബിയദിക്കൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ തൂലിജുൽ ലൈല ഫിൻ നഹാരി വതൂലിജുൻ നഹാറ ഫിൽ ലൈലി വതുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി വതുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യി وترزق من تشاء بغير حساب رحمن الدنيا والآخرة ورحيمهما تعطي من تشاء منهما وتمنع من تشاء ارحمني رحمة تغنيني بها عن رحمة من سواك. എന്നാണ് ആ ദുആ ഖുൽ അല്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുഅതിൽ മുൽക മൻ തശാഉ വതൻസിഉൽ മുൽക മിമ്മൻ തശാഉ എന്ന് പറയുന്ന, അല്ലാഹുവേ, എല്ലാ അധികാരത്തിന്റെയും അധികാരി നീയാണ്. നീ ഉദ്ദേശിച്ചവർക്ക് നീ അധികാരം നൽകുന്നു, നീ ഉദ്ദേശിച്ചവരിൽ നിന്ന് ദൂരിക്കളയുന്നു, നീ ഉദ്ദേശിക്കുന്ന ആളുകളെ നീ ഇസ്സത്തുള്ള ആളുകളാക്കുന്നു, നീ ഉദ്ദേശിക്കുന്നവരെ നീ നിന്ദ്യരാക്കുന്നു.
അങ്ങനെ തുടങ്ങുന്ന ആയത്താണത്. നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ കണക്കില്ലാതെ കൊടുക്കുന്നു, രാത്രിയെ നീ പകലിൽ പ്രവേശിപ്പിക്കുന്നു, പകലിനെ രാത്രിയിൽ പ്രവേശിപ്പിക്കുന്നു, മയ്യത്തിൽ നിന്ന് ഹയ്യിനെ പുറപ്പെടുവിക്കുന്നു, ഹയ്യിൽ നിന്ന് മയ്യത്തിനെ പുറപ്പെടുവിക്കുന്നു. നീ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് കണക്കല്ലാതെ കൊടുക്കുന്നു. ദുനിയാവിലും ആഖിറത്തിലും വല്ലാതെ കരുണ ചെയ്യുന്ന റഹ്മാനെ, തുഴത്തിമൻ തശാഉ മിൻഹുമാ, ആ ദുനിയാവിൽ നിന്നും ആഖിറത്തിൽ നിന്നും നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ കൊടുക്കുന്നു, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ തടയുന്നു. ഈ റഹ്മനി, നീ എനിക്ക് കരുണ ചെയ്യണം. റഹ്മത്തൻ, ഒരു റഹ്മത്ത്, തുഗ്നീനി ബിഹാ അല റഹ്മത്തി മൻ സിവാക്, അതുകൊണ്ട് നീ അല്ലാത്തവരുടെ കാരുണ്യത്തോട് നീ എന്നെ ഐശ്വര്യവാനാക്കും. അങ്ങനെയുള്ള റഹ്മത്ത് ചെയ്യണം. അപ്പൊ കടം വീടാൻ നബിതങ്ങൾ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. അങ്ങനെ ചില ദുആകളുണ്ട്, പറയാം. അതിലൊരു ദുആയാണിത്. ഇമാം തുബ്രാനി തന്റെ അൽ മുഅ്ജമുൽ കബീറിൽ ഉദ്ധരിച്ച ഹദീസാണ്. ഞാൻ ആ ദുആ ഹർക്കത്തിട്ട് കട്ടി കൂട്ടിയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, വേണ്ട ആളുകൾക്ക് ഉപയോഗപ്പെടുത്തും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ കടങ്ങളെ വീട്ടി തരട്ടെ. ഇസ്സത്തോടെ ജീവിച്ച് ഇസ്സത്തോടെ ഈമാനോടെ മരണമടയാൻ നമുക്കൊക്കെ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.